ഹലോ ഫ്രണ്ട്സ്, വള്ളൂനയുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 3 കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ടാട്ടോ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ 2 കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മയും കാശിക്കുട്ടനും കണ്ണനും കല്യാണത്തിന് പോയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും കാശിക്കുട്ടനും വേറൊരു കല്യാണത്തിന് പോയി, കണ്ണൻ അമ്മയുടെ ഒപ്പം വേറൊരു കല്യാണത്തിന് പോയി. അങ്ങനെ 2 കല്യാണത്തിന് 2 പേര് പോയായിരുന്നു കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും കണ്ണൻ വീട്ടിൻ്റെ മുറ്റേക്ക് അടിച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു. അപ്പം ഞാനും വന്ന് കുറച്ച് നേരം അവൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അവൻ കോഴിക്ക് തീറ്റ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവൻ കുറച്ച് അരിയൊക്കെ എടുത്ത് കോഴിക്ക് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഞാനും കുറച്ച് നേരം അവനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് നോക്കണം. കുട്ടൻ പറഞ്ഞ് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലൊരു പൂവൻ കോഴിയുണ്ട്, അതിനാണ് കുട്ടൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കൊക്കെ തീറ്റ കൊടുത്ത് പിന്നെ അനിമോളെ കൂട്ടാൻ പോയിട്ടോ. 6:20 നമ്മൾ വീട്ടിൽ നിന്ന് പോകാറ്. അപ്പോൾ 6:45 ആകുമ്പോഴേക്കും ലക്കിടി ഗേറ്റിൽ വന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം പാടത്തൊക്കെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് നേരം ഞങ്ങൾ പാടത്തൊക്കെ പോയി ഇരുന്നു കേട്ടോ. കണ്ണൻ്റെ റിസൾട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ. കണ്ണൻ 5ാം ക്ലാസ്സിലേക്കാണ് ഈ വർഷം. അപ്പോൾ നമ്മൾ പുതിയ സ്കൂളിലേക്കാണ്. അപ്പോൾ ഞാനും അവനും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അവനിപ്പോൾ ഏത് സ്കൂളിലേക്കാണ് പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ. 2 സ്കൂൾ നമ്മുടെ തൊട്ടടുത്ത്. അപ്പോൾ ഏത് സ്കൂളിലേക്കാണ് ഇപ്പോഴും നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അവനെ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ലക്കിടി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം ലക്കിടി റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എല്ലാ ദിവസവും വീഡിയോയിൽ കണ്ട് എല്ലാവർക്കും ഇത് അറിയാം. മിക്കവാറും ദിവസങ്ങളിൽ അനിമോൾ ബാക്കത്തെ കോച്ചിലാട്ടോ ഉണ്ടാവാറ്. അപ്പം ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോയി നിന്നു. അപ്പം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇന്ന് ഫ്രണ്ടത്തെ കോച്ചിലായിരുന്നു അനിമോളുടെ ആയിരുന്നു. അങ്ങനെ അനിമോളൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ കണ്ണനും അനിമോളൊക്കെ കെട്ടിപ്പിടിച്ചവർ സംസാരിച്ചിട്ടൊക്കെ വരും കേട്ടോ. എന്തൊക്കെയോ അമ്മയും മോനും കൂടിയും പറയുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഇതിൽ നമ്മളിങ്ങനെ വന്നു. പകുതി വഴി എത്തിയപ്പോഴേക്കും ഒരു ഞാവൽപ്പഴത്തിന് മരം ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ ഇന്ന് പൊട്ടിക്കാറില്ല. അപ്പോൾ കണ്ണൻ വന്നതുകൊണ്ട് അവന് ഞാവൽപ്പഴം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുലുക്കി വീഴ്ത്തി. എന്തോ ഭാഗ്യം, ആരൊക്കെയോ എറിഞ്ഞ കൊമ്പ് കണ്ണൻ്റെ മണ്ടയ്ക്ക് വീഴാത്തത് ഭാഗ്യം. അങ്ങനെ വീണും ഞങ്ങൾ പെറുക്കി. പക്ഷേ വീണതൊക്കെ കേടായിരുന്നു. അതുകൊണ്ട് അതധികം എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ കുറേ പെറുക്കിട്ടോ. ലാസ്റ്റ് ഇത് നന്നാവില്ല എന്ന് വിചാരിച്ച് ഞാൻ നേരെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറി മരത്തിൻ്റെ. പിന്നെ ഒന്നും നോക്കിയാൽ 2 കൊല അങ്ങോട്ട് പൊട്ടിച്ച് നേരെ താഴെ ഇറങ്ങി. മരത്തിൻ്റെ മേലെ കയറുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല കേട്ടോ. മരത്തിൽ നല്ല പുളിയുറുമ്പുണ്ടായിരുന്നു. നമ്മൾ മരത്തിൻ്റെ മുകളിലേക്ക് കയറി നമുക്ക് നല്ല പണി കിട്ടി. ആവറേജ് നല്ല കടി കിട്ടി കേട്ടോ. അപ്പം നമുക്ക് മക്കളുടെ സന്തോഷമല്ലേ വലുത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത്. അപ്പം അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് നമ്മൾ അവരിനൊക്കെ കൊടുത്തിട്ടോ കണ്ണൻ്റെ കയ്യിൽ. ഇതൊന്നും അങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല എന്നല്ല, ഇതിൻ്റെ മരങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതൊക്കെ വെട്ടിപ്പോയി. ഇപ്പോഴൊക്കെ നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാം തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൂടുന്ന ആൾക്കാർ വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്നത്. പൊട്ടിച്ച് കൊടുന്നപ്പോഴേക്കും നമ്മുടെ അനിമോൾ ഇത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല പുളി ഉണ്ടെന്നാണ് പറഞ്ഞ്, പുളിയും ചമർപ്പും. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് ഞങ്ങളൊരു പാത്രത്തിലാക്കി നേരെ വീട്ടിലേക്ക് വന്നു. ഇത് പൊട്ടിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോയ സമയത്തായിട്ട് എനിക്ക് ഓർമ്മ വന്നിട്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ചെറുപ്പത്തിൽ എറിഞ്ഞു വീഴ്ത്തി കഴിച്ചിട്ടുണ്ട്. അത് ഒരു നൊസ്റ്റാൾജി ആയിട്ട് ഇപ്പോൾ ഓർമ്മ വരുന്നു കേട്ടോ നമുക്ക്. എന്തായാലും ഇങ്ങനത്തെ ഓരോരോ അനുഭവങ്ങളുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ അമ്മയും കാശിക്കുട്ടനും എത്തിയിട്ടില്ല. അപ്പം നമ്മുടെ കുട്ടൻ നമ്മുടെ പിന്നാലെ കൂടിയിട്ടവൻ ജോലി കഴിഞ്ഞു വന്നാൽ ചായ ഒരു മസ്റ്റ് പരിപാടിയാണ്. ചായയും കുറച്ച് മിച്ചറും കഴിച്ചിട്ടും കൂടി സമാധാനം കിട്ടില്ല. സമാധാനമല്ല, നമുക്ക് ആ സമയത്തൊരു വിശപ്പുണ്ടാവും. എന്താ പറയുക, അത്ര നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒരു ചെറിയൊരു വിശപ്പുണ്ടാവും. അപ്പോൾ ചായയും കുറച്ച് മിച്ചറോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ നമുക്കൊരു സമാധാനം കിട്ടും. അങ്ങനെ അമ്മയും കാശിക്കുട്ടനും ഇല്ല. അപ്പം നമ്മൾ 3 പേരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും അമ്മയും കാശിക്കുട്ടനും കൊണ്ടിട്ടാണ് വരുന്നു. അമ്മ ഒരു കവറ് മാങ്ങയൊക്കെ കൊണ്ടുണ്ട്. അമ്മയുടെ വീട്ടിൽ നിന്നാട്ടോ അമ്മ മാങ്ങ കൊണ്ടിരുന്നത്. അപ്പോൾ കാശിക്കുട്ടൻ്റെ കയ്യിൽ തുണികളാണ്. അപ്പോൾ അമ്മ ടാറ്റയൊക്കെ തരുന്നുണ്ട്. എന്തായാലും അവർ നല്ല ഹാപ്പി. 2 പേരും കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൊച്ചു ടി വിയൊക്കെ കാണണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ TV കേടാണ്. അപ്പോൾ നമ്മുടെ പഴയ ഫോണുണ്ട്. അപ്പോൾ അതിലാണ് 2 പേരും കൂടി കൊച്ചു TV ഇരുന്ന് കാണുന്നത്. അനിമോൾ തുണി മടക്കി വയ്ക്കണം തിരക്കിലാട്ടോ. മറ്റൊന്നുമല്ല, രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും നന്നായിട്ടില്ല. അതുകൊണ്ട് വൈകുന്നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അമ്മ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയണ്ട. അപ്പോൾ എന്തെങ്കിലും വൈകുന്നേരത്തെ ദോശ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. നല്ല ചൂട് ദോശയും നല്ല ചെറുപയർ കറിയും. അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ കറിയും ദോശയൊക്കെ ആയി വരുമ്പോഴേക്കും കാശിക്കുട്ടൻ്റെ അമ്മ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പോയി വന്നതിൻ്റെ ക്ഷീണമാണ് തോന്നുന്നു 2 പേരും നല്ല അത്യാവശ്യം നന്നായി ഉറങ്ങുന്നതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം നമ്മുടെ കുട്ടനൊക്കെ ഫുഡ് കൊടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു. ടീം ഫ്രം വള്ളൂനാടൻ ഫാമിലി, ഓൾ ഗുഡ് നൈറ്റ്.